बस तेनू चाहवा मैं हुण रोवां നിനക്കെന്താ വട്ടാണോ? നീ ശരിക്കും വിചാരിക്കണുണ്ടോ നമ്മുടെ കാര്യം നടക്കൂന്ന്? നീ എന്നെ പറ്റിക്കുവാണോ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? 3 കൊല്ലല്ലേ, അത് പോട്ടെ. ഇനി അതാലോചിച്ച് വെറുതെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദാറ്റ് വാസ് ജസ്റ്റ് ഫോർ ഫൺ. നീ എന്നെ പറ്റിക്കുവാണ്. ഇങ്ങനെ നീ പറയില്ല. നീ ശരിക്കും വിചാരിക്കണുണ്ടോ പൈസയൊന്നുമില്ലാത്ത ആ കുടുംബത്തിലെ നിന്നെയൊക്കെ ഞാൻ നോക്കൂന്ന്? നിനക്ക് തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? അതൊരിക്കലും നടക്കില്ല. പറഞ്ഞ നീ എന്നോട് കള്ളം പറയുന്നേ. എനിക്കറിയാം നിന്നെ ആരോ പറയിപ്പിച്ചതാണ്. നടക്കാത്ത കാര്യത്തെ ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നടക്കാത്ത കാര്യം നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവാത്തേ? എന്താ ആലോചിക്കുന്നേ? ഈ സാധനത്തിന് കാണാൻ നിന്റെ പോലെ തന്നെയുണ്ട്. ശരിക്കും? ഞാൻ കരുതി എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ വെട്ടുന്നത്. പക്ഷെ നിനക്ക് നീ മേടിച്ചെന്ന നെക്ലസ് അന്നേ കൊണ്ട് കാണാതെ എനിക്കങ്ങ് വേണ്ട. അവളുടെ ഒരു ടൈം പാസ്. ഞാൻ എന്താ കാണിച്ചു വെച്ചേ? എന്തൊക്കെയാ ഞാൻ പറഞ്ഞേ? അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു. ജെനിയുടെ വീട്ടിലല്ല ഞാൻ നിൽക്കുന്നത്. അപ്പൊ അവള് പറയുന്നത് കേൾക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? പാവം നല്ല വിഷമായിട്ടുണ്ടാവും. നീ ആ കാര്യം പറഞ്ഞോ? നീ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണോ പറഞ്ഞേ, അതോ മാറ്റി പറഞ്ഞോ? ജെനി, നിനക്ക് മതിയായില്ലേ? നിനക്ക് സമാധാനായില്ലേ എല്ലാം നിർത്തിയപ്പോ? ഈ വീട്ടില് നിനക്ക് ഇനിയും ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടേ പറ്റുള്ളൂ. ഇതെങ്ങാനും നീയാ ജെറാൾഡിനോട് പോയി പറഞ്ഞ? അവള് പറഞ്ഞോടി? എങ്ങനെയുണ്ട്? അവള് പറഞ്ഞു, കരഞ്ഞിട്ടാ വന്നേ. എന്തായാലും ഇനി അവര് പഴയ പോലെ ആവാൻ ഒരു വഴിയില്ല. അവളെങ്ങാനും അതാ ജെറീനോട് പോയി പറഞ്ഞ എല്ലാം പ്രശ്നവും. അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും പറയിപ്പിക്കാതിരിക്കണം. പിന്നെ ജെറി എപ്പോഴും അവന്റെ കൂടെ നടക്കുവാണല്ലോ. ജെറി എന്തായാലും ആ മറ്റവന്റെ അടുത്ത് പോയി പറയും. ഞാനതിൽ ഒരിക്കലും സമ്മതിക്കില്ല. അവർ രണ്ടുപേരും അങ്ങനെ സ്നേഹിക്കണ്ട. എനിക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു? മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. വേണ്ടായിരുന്നു. അന്നെ, നിനക്ക് എന്താ പറ്റിയേ? ഫുഡ് വേണമെന്ന് ചോദിച്ചപ്പോ അതും വേണ്ട, ആരോടും മിണ്ടണ്ട. നിനക്ക് ശരിക്കും എന്താ പറ്റിയേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, എനിക്കെന്ത് കുഴപ്പം വരാനാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് തോന്നുന്നതായിരിക്കും. അതെ, തോന്നുന്നതാ.
ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുമെന്നല്ലോ. നിനക്ക് മാത്രല്ല മറ്റവനും അതേ പ്രശ്നം തന്നെ. ഒന്നും മിണ്ടണ്ട, വിളിക്കുന്നുമില്ല, സംസാരിക്കുന്നുമില്ല, പഴയ പോലെ കളിക്കാനും വരുന്നില്ല. ഫുട്ബോൾ കളിക്കണ്ട, ക്രിക്കറ്റ് കളിക്കണ്ട, ഒന്നിനും വരുന്നില്ല. നീയും അത് തന്നെ. നിങ്ങൾ തമ്മില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം എന്ന് പറയാനാണെങ്കിൽ അത് ജെറി, ഞാനും ഡേവിഡും തമ്മിലുള്ളതൊക്കെ നിർത്തി. ഞങ്ങൾ തമ്മിൽ ശരിയാവില്ല. എന്തിനാ വെറുതെ? അതൊക്കെ പ്രായത്തിന്റെ തോന്നലായിരുന്നു. ശരിക്കും? അന്നെ എന്താ പറ്റിയത് നിനക്ക്? നീ നീ ഇങ്ങനെയൊന്നല്ലോ പറയാറ്. അവനെ പറ്റി പറയുമ്പോ 100 നാവാണല്ലോ. എന്താ നിന്റെ പ്രശ്നം? നമുക്ക് സംസാരിച്ചു തീർക്കാം. നിങ്ങൾ തമ്മിൽ വല്ല വഴക്കമുണ്ടായോ? ജേനിയുടെ കാര്യം ഞാൻ ഇവനോട് ഇതെങ്ങനെ പറയാ? സ്വന്തം അനീതി കാരണം ഇത്ര പ്രശ്നം ഉണ്ടായെന്ന് പറയുമ്പോ വേണ്ട, വീട്ടില് വലിയ പ്രശ്നവും. വെറുതെ ഇവര് തമ്മിലുള്ള ബന്ധം ഞാനായിട്ട് തകർക്കണ്ട. ജെനി പറഞ്ഞ പോലെ നിർത്താം. ഇനി ഇനി ഇതാരും അറിയണ്ട. ഒന്നുമില്ല, അത് ശരിയാവില്ല. പിന്നെ എന്തിനാ ഞാനിങ്ങനെ കടിച്ചു തൂങ്ങി നിക്കണേ? എനിക്കൊരു താല്പര്യമില്ല. അത് ടൈം പാസ് ആയിരുന്നു. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ജസ്റ്റ് ലീവ് ഇറ്റ്. അന്നെ എനിക്കറിയാം, നീ കള്ളം പറയാ. ശരിക്കും എന്തുണ്ടായേ? ഇങ്ങനെയൊന്നും അല്ലല്ലോ നീ പറഞ്ഞോണ്ടിരുന്നേ. എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ടൈം പാസ്സേ. നിനക്ക് ടൈം പാസ് അല്ലായിരുന്നു, സീരിയസ് ആയിരുന്നു എന്നുള്ള കാര്യം എനിക്കും അറിയാം, നിനക്കും അറിയാം. അവൻ ചിലപ്പോ അത് വിശ്വസിച്ചൊന്നും വരാം. ഞാൻ അങ്ങനെയല്ല. എനിക്ക് ഇച്ചിരി സമാധാനം തരൂ. നീ ഒന്ന് പോയേ. നിനക്ക് പോവിടുന്നു. അവൾക്ക് എന്താ പറ്റിയേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് കാരണം നീയാണ് എന്നെങ്ങാനും ഞാൻ അറിഞ്ഞ ജെനി, എന്റെ ശരിക്കുള്ള സ്വഭാവം മാറും. എന്ത് പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൾ എന്തെങ്കിലും കാണിക്കണേന് ഞാനെങ്ങനെ കാരണക്കാരിയാവുന്നേ? നീ ഒന്ന് പോയേ. അവളൊന്നും കഴിക്കാത്തോണ്ട് ഞാൻ വന്ന് ചോദിച്ചതാ. അല്ലാതെ അവളുടെ കാര്യം അന്വേഷിക്കാൻ എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ആന്റിയുടെ മോളല്ലേ. എനിക്കത്ര ആത്മാർത്ഥത അവളുടെ കാര്യത്തിലുള്ളൂ. സ്വന്തം അനീതിയൊന്നും അല്ലല്ലോ. എനിക്ക് അത്ര ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. എന്റെ അമ്മയ്ക്കും. ഹലോ ദേവി, എന്താടാ? ഹലോ എടാ, നീ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ യൂറോപ്പിൽ പോവാനുള്ള കാര്യം? അന്ന് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതല്ലേ? അങ്കിൾ അവിടെ നമുക്ക് വേണ്ടി ഒരു വേക്കൻസി കണ്ടുപിടിച്ചതല്ലേ? എടാ, ഞാൻ എന്റെ തീരുമാനം മാറ്റി. എനിക്കിനി ഇവിടെ നിക്കണ്ട. നമുക്ക് അവിടെ പോവാം. ശനിയാഴ്ച വരെ അവിടെ ടൈമുള്ളൂ. അതിനു മുമ്പേ അവിടെ എത്തണം. പിന്നെ പപ്പ അവിടെ സംഘടിപ്പിച്ചതല്ലേ, കിട്ടാൻ വഴിയുണ്ട്. ഈ ശനിയാഴ്ച അവസാന ദിവസം, ഇന്ന് ചൊവ്വാഴ്ച. നമുക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഇനി അവിടെ ചെന്ന് അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രശ്നമാവും. സാരില്ല, നമുക്ക് നോക്കാം. അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനും ഡേവിഡും കൂടെ കഴിഞ്ഞ ദിവസം യൂറോപ്പിൽ പോകുന്നതിനെ പറ്റി ആലോചിച്ചതല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് അവന് പോവണ്ടെന്ന് പറഞ്ഞോണ്ട് നീയും അവനും പോവാതിരുന്നല്ലേ? എന്താ തീരുമാനം? മാറ്റം വല്ലതുണ്ടോ? ഞങ്ങള് അടുത്ത ദിവസം തന്നെ പോവാ. ശനിയാഴ്ച വരെ അവിടെ ടൈമുള്ളൂ. അതിനു മുമ്പേ അവിടെ എത്തണം. പിന്നെ പപ്പ അവിടെ സംഘടിപ്പിച്ചതല്ലേ, കിട്ടാൻ വഴിയുണ്ട്. എന്തായാലും ഞങ്ങൾ പോവാൻ തീരുമാനിച്ചു. അപ്പൊ പോവാണോ? അയ്യോ, അപ്പോ ഡേവിഡും നീയും പോവാൻ പോവാണോ? എന്റെ പേര് പറയണതിന് മുമ്പേ അവന്റെ പേരാണല്ലോ പറയണേ. എന്താ, നിനക്ക് വല്ല സങ്കടമുണ്ടോ? ഹേയ്, തോന്നുന്നതാ. എനിക്കെന്തിനാ? ഈ കൊച്ചിലെങ്ങോട്ടാ? അവളുടെ ഇഷ്ടം പോലെയല്ലേ, ആര് ചോദിക്കാനാ? അന്നി, നീ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? ഫുഡും നീ ഫുള്ള് കഴിച്ചില്ലല്ലോ. നിനക്ക് എന്താ പറ്റിയേ? ഞാനും ഡേവിഡും കൂടെ ഇന്ന് പുറത്തു പോകുന്നുണ്ട്.
ഈ ശനിയാഴ്ച പോവല്ലേ? അപ്പോ വേണ്ട സാധനങ്ങൾ മേടിക്കണ്ടേ? നീയും വരുന്നുണ്ടോ? ജെനി വരുന്നുണ്ട്. എന്നാ നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനില്ല. ആഹാ, അത് പുതിയ അറിവാണല്ലോ. സാധാരണ പുറത്തു പോകാന്ന് പറയുമ്പോ ഓടിച്ചാടി പോയിരുന്നല്ലോ. ഇപ്പെന്താ മനസ്സ് മാറിയോ? നീ ഇതപ്പോ വന്നു? ഈ വീട്ടിൽ ഞാൻ 8ാം ക്ലാസ് തൊട്ട് വരാൻ തുടങ്ങിയതാ. എന്നെ നീ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ കാണുന്നേ. ഇന്നെന്താ ഇങ്ങനെയൊക്കെ? നല്ല മാറ്റം ഉണ്ടല്ലോ. അതൊന്നുമില്ലടി. സേരെ, ഒന്ന് പുറത്തു പോവാ. എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. അപ്പൊ ജെനി രണ്ടും കൽപ്പിച്ചാണ്. ആദ്യം ഞങ്ങളെ പിരിയിപ്പിച്ചു. ഇപ്പോ അവൾക്ക് വേണം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? എടി, അവര് ബ്രേക്കപ്പ് ആയി. ശരിക്കും? അയ്യോ, എന്താ കാരണം? എന്താ പറ്റിയേ? വെറുതെ അല്ല അവള് മൂഡ് ഓഫ് ആയിരിക്കുന്നെ. പക്ഷെ ഇതൊക്കെ എന്നോട് അവൾ ആദ്യം പറയേണ്ടതാണല്ലോ. മിനിഞ്ഞാന്നും കൂടെ നല്ലതാ പറഞ്ഞെ. ഇന്നലെ അങ്ങനെ ആയിന്ന് പറയുമ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്ന ജെനി എന്തോ ചെയ്തിട്ടുണ്ടെന്നാ. പക്ഷെ എന്നാലും അവൾ ഇങ്ങനെ പറയോ? ഇനി എന്തായാലും നമ്മൾ ആ കാര്യത്തിൽ ഇടപെടണ്ട. നീ ഇനി അവളൊന്നും പറയാൻ നിൽക്കണ്ട. ഇത് അവളുടെ ലൈഫാ. നമുക്ക് അതില് അഭിപ്രായം പറയാൻ ഒരു യോഗ്യതയില്ല. പിന്നെ ഈ വെള്ളിയാഴ്ച ഞങ്ങള് യൂറോപ്പിലേക്ക് പോവാ. ഇനി എന്നാ കാണാ? അടുത്തൊന്നും കാണാൻ വഴിയില്ല. അയ്യോ, അപ്പൊ ഇനി എന്നെ എങ്ങനെ കാണും? നിങ്ങൾ തീരുമാനിച്ചത് ഇനി പോകുന്നില്ലെന്നല്ലേ? ഇപ്പൊ എന്ത് പറ്റി? കഷ്ടമുണ്ട് കേട്ടോ. ഇനി ലൈഫ് ലോങ് കാണണമെങ്കിൽ ഒന്ന് സെറ്റിൽ ആവണ്ടേ? സെറ്റിൽ ആവുന്നവരെ നീ ഒന്ന് ക്ഷമിക്കേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എന്നും കാണാലോ. അതിനു വേണ്ടിയല്ലേ? സങ്കടപ്പെടല്ലേ? എന്താ 8ാം ക്ലാസ് തൊട്ട് എല്ലാ ദിവസവും ഞാൻ കാണുന്നതല്ലേ. ഇനി കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോ കഷ്ടമുണ്ട് കേട്ടോ. ഇവളത് സമ്മതിക്കൂല. നിങ്ങളും കൂടെ പോയാ ഞാൻ ഇനി ഒറ്റയ്ക്കാവും. എനിക്ക് വയ്യ. നീ എങ്ങനെ ഒറ്റയ്ക്കാവുന്ന? നിനക്ക് അന്നയില്ലേ? എങ്കിൽ ശരി, ഞാൻ അന്നേനെ കെട്ടി ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. പോരെ? എന്തെന്നല്ല നടക്കാത്ത സ്വപ്നം. ഇനിയും വേണോ? എങ്കിൽ തരാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യടാ, മാനത്തോട്ട് നോക്കിയിരുന്നാ മതി. ഇവരിതെന്താ ഇവിടെ ചെയ്യുന്നേ? ദേ അടിയില് ഡേവി വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നേ. വരുന്നില്ലേ? ഞാൻ വന്നോളാം, നീ പൊക്കോ. അവളോട് ദൈവം ചോദിച്ചോളും. അങ്ങനെയൊന്നും നോക്കല്ലേ, അവള് ചത്തുകൂട്ടോ. പൊക്കോ. ഇനി ഞാൻ കാരണം ഒന്ന് ലേറ്റ് ആവണ്ട. ഞാൻ അന്നേരം അടുത്തേക്ക് പോവാ. അവളെ സമാധാനിപ്പിക്കാലോ. ഓക്കെ, ബൈ. ആഹാ, നീ വന്നോ? എന്താ ഇത്ര വൈകി പോയേ? രാത്രി 8 മണിയായില്ലോ. ആ, ജെറി എന്തിയെ? അവര് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോയേക്കുക. അവസാന ദിവസം കണ്ടെന്നൊക്കെയല്ലേ പറയുന്നേ. എന്നെ അവിടെ ഇറക്കി. പിന്നെ അവര് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് മാറ്റിയെടുത്തു. അവർക്ക് അവിടെ നേരത്തെ ചെല്ലണമെന്ന്. ടൈം തീരുന്നതിന് മുമ്പ് എത്തണമെന്ന് പറഞ്ഞു. അപ്പോ മറ്റേ ടിക്കറ്റ് ക്യാൻസൽ ആയിപ്പോയി. നാളെ രാത്രിയാ അവരെടുത്തേക്കുന്നേ. ഇവിടെ ഇനി അധിക കാലം നിൽക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല. നേരത്തെ പോകട്ടെ. അല്ലെങ്കിൽ ഇനി ഒന്നിക്കാൻ പാടില്ല. അന്നെ നേരത്തെ എടുത്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ഞങ്ങള് ഇന്ന് രാത്രി പോകുന്നേ. നീ കൊണ്ടുവിടാൻ വരുന്നുണ്ടോ? അവസാനായിട്ട് കാണുമല്ലേ. ഓഹോ, അപ്പോ നേരത്തെ പോവാണല്ലേ? സാരില്ല, നമുക്കിനി എപ്പോഴെങ്കിലും കാണാലോ. എന്താ എന്നെ ഇങ്ങനെ പറയുന്നേ? കഷ്ടമുണ്ട് കേട്ടോ. നിന്റെ ചോയ്സ് ആയതുകൊണ്ടാ ഞാൻ അതിനെ പറ്റി ഒന്നും പറയാന്.
ഇനി അതിന്റെ പേര് ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കാനാവളാണെങ്കിൽ നടക്കില്ല. എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. സാറയുടെ ആന്റിക്ക് ഒരു പാർലർ ഉണ്ടായിരുന്നു. ആന്റിക്ക് പ്രായമായി, ഇനി അത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോ അത് സാർക്ക് കൊടുക്കാന്നാ പറയുന്നേ. അത് 15 lakhs കൊടുക്കാന്നാ പറഞ്ഞേ. അപ്പൊ ഞാനും അവളും ഒരുമിച്ച് അത് മേടിക്കാൻ തീരുമാനിച്ചു. ഞാൻ 7 lakhs കൊടുക്കും, അവളും 7 lakhs കൊടുക്കും. എൻ്റെ കയ്യില് പിന്നെ എനിക്ക് കിട്ടിയ സ്കോളർഷിപ്പിന്റെ പൈസയും പിന്നെ അമ്മ അയച്ചു തരുന്നതും ഒക്കെ ഉണ്ട്. എല്ലാ മാസം അമ്മ അയച്ചു തരാറില്ലേ. അപ്പോ ഞാനവളും മേടിക്കാൻ പോവാ. ഇത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കരുതി സാറ് തന്നെ പറയൂന്ന്. പക്ഷെ അവള് പറഞ്ഞു നീ തന്നെ പറയണമെന്ന്. അപ്പൊ എങ്ങനെയാ, ഞാൻ മേടിക്കട്ടെ? അതിനിപ്പ എന്താ, നീ പറയുന്നത് ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ? നന്നായി വാ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലാം കഴിഞ്ഞെന്ന്. നീ എന്താ റെഡിയാവാത്തെ? എയർപോർട്ടിൽ കൊണ്ടുപോകാൻ വരുന്നില്ലേ? ഞാനില്ല, നീ പോയിട്ട് രക്ഷപ്പെടും. അവിടെ ചെന്നിട്ട് എന്നെ മറക്കാണ്ടിരുന്നാ മതി. ശരി, പോവാൻ സമയമായി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്നെ വിളിക്കണം, മറക്കരുത്. അല്ലെങ്കിൽ ഞാൻ ഏതോ പാതിരാത്രി ആണെങ്കിലും ഇങ്ങോട്ട് വിളിക്കും, കേട്ടോ? ബൈ ബൈ. അമ്മേ, ഞാൻ ഇറങ്ങാണ്. ഓക്കേടാ. ജെനി, നല്ല കുട്ടിയായിട്ടിരിക്കണം. ഇവിടെ ഇങ്ങനെ അടി ഉണ്ടാക്കി നടക്കരുത്. ഞാൻ പോവാ. ശരി എന്നാ, ബൈ. ഓക്കെ, ബൈ. വേഗം വരണേ. ഹലോ, എന്നെ ഓർമ്മയുണ്ടോ? ഇതേത് പട്ടിയാ? അയ്യോ, ദേ ദേ ദേ. ഞാൻ അറിയാതെ പട്ടിയെന്ന് വിളിച്ചതാ, സോറി. സേറ എവിടെ? ഇപ്പൊ കുറച്ച് മെന വെച്ചുണ്ട്, പണ്ടത്തെ പോലെയല്ല. ആഹാ, അപ്പൊ അങ്ങനെ ആയില്ലേ? എന്തെങ്കിലും ആവട്ടെ. ഈ വായന നല്ലത് കേട്ടില്ലേ? ഇന്ന് 3 ക്ലയന്റ് ഉണ്ടാവുള്ളൂ. എന്താന്നറിയില്ല, ചിലപ്പോ തിങ്കളാഴ്ച ആയതുകൊണ്ടായിരിക്കും ആൾക്കാര് കുറവ്. ഇവിടെ സ്റ്റാഫില്ലേ, അവര് പണിയെല്ലാം ചെയ്തോളും. അപ്പൊ ഇന്ന് ലീവ്. ഇനി എത്ര കാലം ഇവിടെ ഉണ്ടാവും? അതൊക്കെ ഇനി പോവും പറഞ്ഞാ മതി. പിന്നെ ഞാൻ മാത്രമല്ല വന്നെ, വേറൊരാളും കൂടെ വന്നിട്ടുണ്ട്. അറിയാം, ഒറ്റയ്ക്ക് വരില്ലല്ലോ അല്ലെങ്കിലും. അതെന്തെങ്കിലും ആവട്ടെ. പിന്നെ പപ്പ വന്നിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ പോവാം, കൊറേ കാലായി. ഇന്ന് നിങ്ങൾക്ക് പാർലർ അടച്ചുകൂടെ? ശരിക്കും എത്ര കാലായി കണ്ടിട്ട്. ഇന്ന് അടച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നൊക്കെ 3 ക്ലയന്റ് ഉള്ളൂ. അതും സീരിയസ് ആയിട്ടൊന്നുള്ള കാര്യമല്ല, ചുമ്മാ വാക്സിൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അത് ഇവിടെ വേറെ സ്റ്റാഫ് ഉണ്ട്, അത് മതി, അവർ ചെയ്തോളും. വെറുതെ അടച്ചിടണ്ട, ഞങ്ങൾ വരാം. ഷോ, 4-5 കൊല്ലായി ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. എന്തുവാ ഇത്? അവിടെ തന്നെ ഇങ്ങ് സെറ്റിൽ ആവാൻ തീരുമാനിച്ചോ? ലീവ് കിട്ടണ്ടേ?
ഇവർ രണ്ടുപേരും വന്നതിന് ശേഷം അവരവിടെ 6 മാസം വർക്ക് ചെയ്തിട്ടുള്ളൂ. അവർക്ക് ബോറടിച്ചു. അപ്പോൾ അവര് പുതിയ കമ്പനി തുടങ്ങി. അപ്പോഴാണ് ഞാനൊന്ന് ശ്വാസം എടുക്കാൻ തുടങ്ങിയത്. ഇപ്പൊ എനിക്ക് എന്ത് സമാധാനമാണെന്നറിയോ? എന്തായാലും പുതിയ കമ്പനി ഏഷ്യയിലും യൂറോപ്പിലും എല്ലായിടത്തുണ്ട്. ഇത്ര സക്സസ് ആയതിന് കാരണം ഇവർ രണ്ടുപേരും മാത്രം. 6 മാസം കൊണ്ട് ഇത്രയ്ക്ക് വലിയ റിസൾട്ട് ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അപ്പോ കുറച്ചുകാലം കഴിയുമ്പോ നമ്മള് ചിലപ്പോ കോടീശ്വരരൊക്കെ ആവും. നിനക്ക് എന്തൊരു കഴിവാ ജെറി. ഞാനല്ല സ്റ്റാർട്ട് ചെയ്തത്, അവനാ സ്റ്റാർട്ട് ചെയ്തത്. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും വന്നു 100 ആയുസാ നിനക്ക്. അയ്യോ, ഹായ്. എന്തൊരു മാറ്റം ഇത്. ഇവൻ ജിമ്മിൽ പോകുന്നുണ്ടോ? ഓ മൈ ഗോഡ്, ഹി ലുക്സ് സോ ബെറ്റർ റൈറ്റ് നൗ. ഈ ജെനി വായും പൊളിച്ച് നോക്കി ഇന്ന്. എന്തുവാ ഇത്? ഇവിടെ ഇത് നാണം കെടുത്തു. ജെനി, നീ എന്താ ഇവിടെ വെറുതെ നിൽക്കുന്നേ? നീ ഇവര് വന്നേക്കല്ലേ, അപ്പോ എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വാ. ഞാനിപ്പോ വരാന്ന. ഈ കൊച്ചിതെങ്ങോട്ടാ വീണ്ടും കേറി പോന്നേ? ഞാൻ എന്നോട് കുറച്ചു കാര്യം സംസാരിച്ചോട്ടെ? അതിനിപ്പോ എന്താ, നീ പൊക്കോ. ഇവൻ എന്തിനാ ഇങ്ങോട്ട് വന്നേക്കുന്നേ? വേറൊരു പണിയില്ലേ? അവിടെ വീട്ടിൽ കുത്തിരുന്നാ പോരെ? വലിയ ആളായെന്ന വിചാരം. ഈശ്വര,